How are you? Hope you are fine. അപ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഓക്കെ, സുഖമായിട്ടിരിക്കുന്നല്ലോ എല്ലാവരും? പഠിക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുമല്ലേ? ഓക്കെ, അപ്പം ഇന്ന് ഞാൻ എടുക്കുന്നത് സയൻസ് ആണ് കേട്ടോ. സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താണ്? മാറ്റർ ആൻഡ് ഇറ്റ്സ് നേച്ചർ. മാറ്ററും അതിന്റെ നേച്ചർ എന്താണ്? മാറ്ററിന്റെ നേച്ചർ എന്താണ്? സ്വഭാവങ്ങളൊക്കെ എന്താണ്? മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം സയൻസ് പഠിക്കാനൊക്കെ ഇഷ്ടമല്ലേ? ഇങ്ങനത്തെ മാറ്ററിനെ പറ്റിയും ഓരോ വേറെ ഒരു ഒബ്ജക്റ്റിനെ പറ്റിയും എനർജി ഫോംസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വളരെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ 6th സ്റ്റാൻഡേർഡിലെ സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മാറ്റർ ആൻഡ് ഇറ്റ്സ് നേച്ചർ. നമ്മുടെ ടെക്സ്റ്റ് എല്ലാവരും ഉണ്ടല്ലോ ടെക്സ്റ്റ്? ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് എടുത്ത് വെച്ചോളൂ. മാറ്റർ ആൻഡ് ഇറ്റ്സ് നേച്ചർ. You see various things around you. Some of these are big and some are small. Some are heavy and some are light. You can touch or hold all these things. You can do so because they are all made of what is called matter. Matter എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിച്ചിട്ടുണ്ടോ മാറ്റർ എന്താണെന്ന്? നേരത്തെ പ്രീവിയസ് ആയിട്ട് ക്ലാസ്സസിലൊക്കെ ഇല്ല അല്ലേ? ഉണ്ടോ? ഓക്കെ, പഠിച്ചാലും ഇല്ലെങ്കിലും നമുക്കിനി അതിനെ പറ്റി ഒന്ന് എന്താണെന്ന് നോക്കാം. മാറ്റർ എന്താണ്? അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കിക്കേ. യു സി വേരിയസ് തിങ്സ് അറൗണ്ട് യു. നിങ്ങൾ ചുറ്റുപാടും ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തിങ്സ് കാണാൻ പറ്റും, ഒരുപാട് ഒബ്ജക്ട്സ് കാണാൻ പറ്റും അല്ലേ? നിങ്ങൾ ചുറ്റുപാടും നോക്കിക്കേ എന്തൊക്കെയുണ്ട്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഒരു ബോർഡ് കാണാൻ പറ്റും, പിന്നെ ടേബിൾ ഉണ്ട്, ഡെസ്ക് ഉണ്ട്, ബെഞ്ച് ഉണ്ട്, ചെയർ ഉണ്ട്, പിന്നെന്താ ഇവിടെ ചോക്ക്, ബുക്ക് ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, പിന്നെ പെന്നുണ്ട്. നിങ്ങളുടെ ചുറ്റുപാട് എന്തൊക്കെയുണ്ട്? വീട്ടിൽ എന്തൊക്കെയുണ്ട്? ഒരുപാട് ഐറ്റംസ് ഇല്ലേ? കണ്ട ടേബിൾ ഉണ്ട്, ചെയർ ഉണ്ട്, അവിടെയും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒരുപാട് തിങ്സ് നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ ചിലത് ഭയങ്കര ബിഗ് ആയിരിക്കും, ചിലതോ വളരെ സ്മോൾ ആയിരിക്കും. ഇപ്പൊ ഈ ചോക്ക് ഒത്തിരി ടൈമിൽ ഒത്തിരി ചെറുതല്ല, എങ്കിലും അത്ര ബിഗ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് അല്ല, ഒരു തിങ് അല്ല അല്ലേ? പക്ഷെ നമ്മുടെ ബെഞ്ചും ടേബിളും ഒക്കെയോ, ഡൈനിങ് ടേബിള്, ബെഞ്ച് അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബിഗ് ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ? സം ഹെവി ആൻഡ് സം ആർ ലൈറ്റ്. ചിലത് ഭയങ്കര ഹെവി ആയിരിക്കും, ചിലത് ലൈറ്റ് ആയിരിക്കും. നമുക്ക് ലൈറ്റ് ഇതെന്നൊക്കെ പറഞ്ഞാൽ വളരെ ലൈറ്റ് ആണ്. ചോക്കൊക്കെ അത്ര ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ല. പേന എന്ന് പറഞ്ഞാലോ, പെന്ന് അതും അത്ര ഭയങ്കരമായ വെയിറ്റ് ഒന്നും ഇല്ല, ലൈറ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കോ ഒത്തിരി ഹെവി ഒന്നും അല്ല അല്ലേ? അപ്പൊ അങ്ങനെ. പക്ഷെ നമുക്കൊരു ഭയങ്കരമായിട്ട് ഇപ്പം ഒരു വലിയൊരു ടേബിള് ചില ഹെവി അല്ലേ അതൊക്കെ എടുക്കാൻ? ആണല്ലേ? അപ്പം ബിഗ് ആയിട്ടുള്ള തിങ്സ് ഉണ്ട്, സ്മോൾ ആയിട്ടുള്ളതുണ്ട്, ഹെവി ആയിട്ടുള്ളതുണ്ട്, ലൈറ്റ് ആയിട്ടുള്ളതുണ്ട്. നമ്മൾ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ ഡിഫറെന്റ് ടൈപ്സ്, പല തരത്തിലുള്ള സാധനങ്ങളുണ്ട് ആണല്ലോ? ഓക്കെ, ഇനി യു ക്യാൻ ടച്ച് ഓർ ഹോൾഡ് ഓൾ ദീസ് തിങ്സ്. നമുക്ക് ഈ സാധനങ്ങളെയൊക്കെ ഒന്നുകിൽ ഒന്ന് തൊടാൻ പറ്റും, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യാൻ പറ്റും, എടുത്ത് പിടിക്കാൻ പറ്റും. ഇപ്പൊ പേനയൊക്കെ നമ്മളിങ്ങനെ പിടിച്ചെഴുതുന്നു, അതുപോലെ ഇപ്പം ബ്ലാക്ക് ബോർഡ് നമുക്കിങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റും അല്ലെ? ഡ്രസ്സൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ചിലത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, ചിലത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള സാധനങ്ങളാണ്. യു ക്യാൻ ഡു സോ ബിക്കോസ് ദേ ഓൾ ആർ മെയ്ഡ് ഓഫ് വാട്ട് ഈസ് കോൾഡ് മാറ്റർ. എന്തുകൊണ്ടാണ് നമുക്കത് ടച്ച് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ദേ ആർ ഓൾ മെയ്ഡ് ഓഫ് മാറ്റർ. മാറ്റർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ മാറ്റർ ആണ്. അതിനകത്ത് കൺസിസ്റ്റ് മാറ്റർ ഉണ്ട് അല്ലേ? അപ്പൊ അത് മാറ്റർ കൺസിസ്റ്റ്, അതിന്റെ മാറ്റർ ഉള്ള, അതിനകത്തൊക്കെ മാറ്റർ, ഈ ഓരോ തിങ്സിലും മാറ്റർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിനെയൊക്കെ ടച്ച് ചെയ്യാനായിട്ടും ഹോൾഡ് ചെയ്യാനായിട്ടും ഒക്കെ പറ്റുന്നത്. നോക്കിക്കേ, എന്തുകൊണ്ടാണ്? because they are all made of what is called matter. matter ഉള്ളത് കൊണ്ടാണ് ആണല്ലോ. അപ്പം മാറ്റർ എന്താണെന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നിയില്ലേ? എന്താണ് മാറ്റർ?
എന്ന് പറയുന്നത്. എന്താണ് മാറ്റർ? കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ സയൻസിൽ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കത് പറയാം. അതിനു മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. എയർ ടു ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ. എയറും മാറ്റർ കൊണ്ടാണ് മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ ഉണ്ടായിരിക്കുന്നത്. എയറും മാറ്ററാണ്. അതുപോലെ when you inflate a balloon you trap air inside it. നമ്മളൊരു ബലൂൺ വീർപ്പിക്കുമ്പോൾ, ബലൂൺ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ്? ബലൂൺ ചെറിയ ബലൂൺ കിട്ടും. അത് നമ്മൾ ഊതി ഊതി വീർപ്പിക്കുമ്പോഴാണ് ബലൂൺ എക്സ്പാൻഡ് ചെയ്യുന്നു, വികസിച്ച് വലിയ ബലൂൺ ആകുന്നു അല്ലേ? അപ്പൊ എന്താണ് നമ്മൾ അവിടെ ചെയ്യുന്നത്? നമ്മൾ എയറിനെ അതിനകത്തോട്ട് ആ ബലൂണിലേക്ക് ഊതി കയറ്റി വിടുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ആ ബലൂൺ എക്സ്പാൻഡ് ചെയ്യുന്നത്. അതാണല്ലോ, ശരിയാണല്ലോ. ബലൂൺ വീർപ്പിക്കുമ്പോൾ എയർ ആ ബലൂണിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെടുന്നു. അതിനകത്ത് ബലൂണിനകത്ത് എയർ ഉൾക്കൊള്ളുന്നു, ഇരിക്കുന്നു. ബലൂണിനകത്ത് എയർ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ ബലൂൺ എക്സ്പാൻഡ് ചെയ്യുന്നത്. അത് ശരിയാണ്, ശരിയല്ല ഞാൻ പറഞ്ഞത്? അംഗീകരിക്കുന്നില്ലേ അത്? ആണല്ലോ. ഓക്കെ. ബട്ട് there are many things you cannot touch or hold. പക്ഷേ ചില സാധനങ്ങളെ നമുക്ക് ടച്ച് ചെയ്യാനും പറ്റത്തില്ല, ഹോൾഡ് ചെയ്യാനും പറ്റത്തില്ല അല്ലേ? അതെന്തൊക്കെയാണ് ആ സാധനങ്ങൾ? നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തതും ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതുമായ സാധനങ്ങൾ ഏതാണ്? ഫോർ എക്സാമ്പിൾ, you can see things when there is light but not in dark. Can you hold light in your hand? You feel warm when the sun shines. Can you hold warm? You cannot. This is because light and warmth are not made of matter. They are forms of what is called energy. ശരിയല്ലേ? ചില സാധനങ്ങളെ നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റത്തുള്ളൂ, തൊടാനും പറ്റത്തില്ല, ഹോൾഡ് ചെയ്യാനും പറ്റില്ല. ആണല്ലോ. നമ്മളിപ്പം ഇവിടെ ഇപ്പം ലൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ ലൈറ്റ് ഉണ്ട്, പകലാണ്, ലൈറ്റ് ഇട്ടില്ലെങ്കിൽ വെട്ടമുണ്ട് രാവിലെ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഓരോ സ്ഥലത്തും ഇരിക്കുന്ന സാധനങ്ങളെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പം ഒരു ഫ്ലവർ ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ന്യൂസ് പേപ്പർ കാണാൻ പറ്റുന്നു. അപ്പൊ ഇതൊക്കെ അല്ല, എന്റെ ഫ്രണ്ടിൽ ഇപ്പൊ ഇരിക്കുന്ന ബുക്സ് എനിക്ക് കാണാൻ പറ്റുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെ വെട്ടമുള്ളത് കൊണ്ടാണ്. ഇപ്പൊ രാത്രി നല്ല ഇരുട്ട്, രാത്രി മുറിയിലൊന്നും വെട്ടമില്ല, ഭയങ്കര ഡാർക്കാണ്. അപ്പൊ അങ്ങോട്ട് ആ മുറിയിലേക്ക് കടത്തി വിട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കാണാൻ പറ്റുമോ? കറക്റ്റ് ആയിട്ട് അത് എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ എടുത്തോണ്ട് വരാൻ പറ്റുമോ? ലൈറ്റ് ഇല്ലാതെ ഡാർക്ക്നെസ്സില് പറ്റത്തില്ല അല്ലേ? അപ്പം നമ്മൾ പക്ഷേ ഈ ലൈറ്റിനെ നമ്മൾ പിടിക്കുന്നുണ്ടോ? അല്ലെ ലൈറ്റിനെ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമുക്കത് ലൈറ്റ് ഉണ്ട്, പക്ഷെ ലൈറ്റിനെ തൊടാനോ ഹോൾഡ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അതുപോലെ യു ഫീൽ വാം വെൻ ദ സൺ ഷൈൻസ്. ഇളം ചൂട്, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഉച്ച കഴിയുമ്പോൾ നല്ല ചൂട് നമുക്ക് അനുഭവപ്പെടും, അല്ലെങ്കിൽ പകലാണെങ്കിൽ ഒരു ഇളം ചൂട് ഉണ്ട്. അപ്പൊ ആ ചൂടിനെ നമുക്ക് തൊടാൻ പറ്റുമോ? ഇല്ല. അതൊരു ഫീലിംഗ് ആണ്, നമുക്കത് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെയുള്ളത് ഈ ലൈറ്റ്, അതുപോലെ ഈ വാം, ഈ ചൂടൊക്കെ എന്ന് പറയുന്നത് മാറ്റർ ആണോ? അല്ല. നമ്മൾ മുമ്പേ പറഞ്ഞത് എന്താ? നമുക്ക് ടച്ച് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും പറ്റുന്ന സാധനങ്ങളൊക്കെ മാറ്റർ ഉള്ളതാണ്, കൺസിസ്റ്റ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞത് അല്ലെ? അതുകൊണ്ടാണ് നമുക്കത് തൊടാനും ഹോൾഡ് ചെയ്യാനും പറ്റുന്നത്. പക്ഷേ ഈ ലൈറ്റ്, വാം ഫീൽ ചെയ്യാനേ പറ്റത്തുള്ളൂ. അതൊരിക്കലും ടച്ച് ചെയ്യാനോ ഹോൾഡ് ചെയ്യാനോ പറ്റത്തില്ല. കാര്യം എന്താണ്? അത് മാറ്റർ അല്ല. ഓക്കെ അല്ലേ? മാറ്റർ അല്ലാത്തത് കൊണ്ട് നമുക്കതിനെ ടച്ച് ചെയ്യാനോ ഹോൾഡ് ചെയ്യാനോ പറ്റത്തില്ല. മാറ്റർ കൊണ്ടല്ല അത് ഉണ്ടായിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത് മാറ്ററുകൾ കൊണ്ടല്ല, മാറ്റർ കൊണ്ടല്ല. അപ്പൊ അതുകൊണ്ട് നമുക്കതിനെ ടച്ച് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും പറ്റത്തില്ല. അത് ഈ ലൈറ്റ്, ഹീറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? എനർജി ഫോംസ് ആണ്, എനർജിയാണ് അല്ലേ? മാറ്റർ കൊണ്ടല്ല, അതൊരു എനർജിയാണ്. ഹീറ്റും ലൈറ്റും ഒക്കെ എനർജിയാണ് അല്ലേ? അതിനെയൊക്കെ പറയുന്ന പേരാണ് എനർജി. മാറ്റർ അല്ലാതെ നമുക്ക് തൊടാനോ ഹോൾഡ് ചെയ്യാനോ പറ്റാത്ത സാധനങ്ങൾ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? അപ്പം മാറ്ററും എനർജിയും എന്താണെന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്, വലിയൊരു മുഖവുര. എന്താണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് മാറ്റർ അല്ലെങ്കിൽ എന്താണ് എനർജി എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. Anything that you come across is either matter or energy. നമ്മുടെ ഓരോ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ എനർജി അല്ലെങ്കിൽ മാറ്ററും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ തൊടുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാറ്റർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളെ, ഒബ്ജക്ട്സിനെ ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ എനർജിയും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ചൂടുണ്ട്, തണുപ്പുണ്ട്, നമുക്ക് ലൈറ്റ്, ഹീറ്റ്, ഇതെല്ലാം അറിയാമല്ലോ. ശരിയല്ലേ? ഓക്കെ. പിന്നെ അടുത്തത് മാറ്റർ
ആൻഡ് എനർജി. മാറ്ററും എനർജിയും എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. മാറ്റർ എന്താണ്? മാറ്റർ കുറെ നേരം കൊണ്ട് മാറ്റർ മാറ്റർ എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് മാറ്റർ? എനിത്തിങ് ദാറ്റ് ഓക്കുപൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് മാറ്റർ. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിത്തിങ് ദാറ്റ് ഓക്കുപൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് മാറ്റർ. ഒരു സാധനത്തിന്, ഒരു വസ്തുവിന് ഇരിക്കാൻ സ്പേസ് വേണം, അല്ലെ? സ്പേസും വേണം, അതുപോലെ അതിന് മാസും ഉണ്ടെങ്കിൽ അതെന്താണ്? അതാണ് മാറ്റർ, അല്ലേ? അതല്ലേ മാറ്റർ? മുമ്പേ നമ്മൾ പറഞ്ഞു പേന നമ്മൾ എടുക്കുന്നു, ടച്ച് ചെയ്യുന്നു, അതുകൊണ്ട് അത് മാറ്റർ ആണെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? അതിനിരിക്കാൻ സ്പേസ് വേണം, അതിന് ചെറിയ രീതിയിൽ ഒരു വെയിറ്റ് ഉണ്ട്, അതുകൊണ്ടാണത് മാറ്റർ എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ ഒരു ടെക്സ്റ്റ് ബുക്ക്, ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതിനിരിക്കാനുള്ള സ്പേസ് ഉണ്ട്, ഇതിനൊരു മാസ് ഉണ്ട്, അപ്പൊ അത് എന്താണ്? മാറ്റർ ആണ്. എനിത്തിങ് ദാറ്റ് ഓക്കുപൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് മാറ്റർ. മാറ്റർ എന്താണെന്ന് ടീച്ചർ എഴുതാവേ. മാറ്റർ anything that occupies space, anything that occupies space and has mass is called. Anything that occupies space and has mass is matter. എന്ന് വെച്ചാൽ എന്താണ്? സ്പേസ് വേണ്ടതും മാസ് ഉള്ളതുമായ സാധനങ്ങൾ, അതാണ് നമ്മുടെ മാറ്റർ എന്ന് പറയുന്നത്. അപ്പൊ മാറ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ? മാസും സ്പേസും ഉള്ള സാധനങ്ങൾ. ഓക്കെ. അപ്പം the food that we eat, the water that we drink, the air that we breathe and the clothes that we wear are all made up of matter. അല്ലേ? ശരിയല്ലേ? നമ്മൾ കഴിക്കുന്ന ഫുഡ്, നിങ്ങൾ എന്താണ് കഴിച്ചത്? നിങ്ങൾ ദിവസവും ഇഡലി കഴിക്കുന്നു, ദോശ കഴിക്കുന്നു, ചപ്പാത്തി കഴിക്കുന്നു, ഇതിനൊക്കെ സ്പേസ് ഉണ്ട്, ഇരിക്കാനൊരു സ്പേസ് ഇല്ലേ? അപ്പൊ അതെന്താണ്? അതൊരു മാറ്റർ ആണ്. മാറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? The clothes that we wear are all made up of matter. ഇതെല്ലാം മാറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇല്ലേ, അതിനൊരു ഇതില്ലേ, വെയിറ്റ്, ചെറിയൊരു വെയിറ്റ് കാണില്ലേ? അതുപോലെ നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്ന ബുക്സ്, കുടിക്കുന്ന വെള്ളം കുപ്പിയിലാക്കി നമ്മൾ എടുക്കുവാണെങ്കിൽ നല്ല വെയിറ്റ് തോന്നും, അല്ലെങ്കിൽ ബക്കറ്റിൽ എടുക്കുവാണെങ്കിൽ നന്നായിട്ട് വെയിറ്റ് ഉണ്ട്, അല്ലേ? അപ്പൊ അതൊരു മാറ്റർ അല്ലേ? ഓക്കെ. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മുമ്പേ പറഞ്ഞു എയർ എന്ന് പറയുന്നതും മാറ്റമുണ്ട്, എയറിലും മാറ്റമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? എയറിൽ മാറ്റമുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ബലൂൺ എന്ന് പറയുന്നത് നമ്മൾ വേർപ്പിച്ച് കഴിയുമ്പോൾ ബലൂൺ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, വികസിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അത് വികസിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് എയർ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്, എയർ അതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ? ആ ബലൂണിനുള്ളിൽ എയർ ഇരിക്കുന്നു. അപ്പൊ എയർ ഇരിക്കാൻ സ്പേസ് വേണമല്ലോ. അപ്പൊ സ്പേസ് ഉള്ള സാധനങ്ങൾ എന്താണ്? മാറ്റർ ആണ്, അല്ലെ? അപ്പൊ എയർ എന്ന് പറയുന്നത് ഒരു മാറ്റർ അല്ലേ? മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അപ്പൊ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ യൂസ് ചെയ്യുന്ന പെന്ന്, ചോക്ക്, ഇവയെല്ലാം മാറ്റർ, മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ. മാറ്റർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരിയാണല്ലോ? ഓക്കെ. The occupied space is easy to understand. അപ്പം സ്പേസ് വേണം എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇതിനൊക്കെ ഇരിക്കാൻ സ്പേസ് വേണം. The space anything occupies is called its volume. ഒരു സാധനം ഒക്കുപൈ ചെയ്യുന്ന സ്പേസിനെയാണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. ഒരു സാധനം ഇരിക്കുന്ന അതിന്റെ സ്പേസിനെയാണ്, ആ സ്ഥലത്തിനെയാണ് അതിന്റെ വോളിയം, ആ സാധനത്തിന്റെ വോളിയം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പേന, അതിരിക്കുന്ന സ്ഥലമാണ് അതിന്റെ വോളിയം, ആണല്ലോ. ഒരു എക്സാമ്പിൾ പറയാമേ. The space a football occupies is greater than the space a tennis ball occupies. ഫുട്ബോൾ വലുതാണ്, ടെന്നീസ് ബോളോ ചെറുതാണ്. അപ്പൊ ഈ ഫുട്ബോൾ ഇരിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് ഫുട്ബോളിന്റെ വോളിയം. മനസ്സിലായോ? ദ സ്പേസ് എനിത്തിങ് ഓക്കുപൈസ്, ഈ സാധനം, ഏതെങ്കിലും ഒരു സാധനത്തിന് ഓക്കുപൈ ചെയ്യാൻ വേണ്ട സ്പേസ് ആണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ഫുട്ബോളിൽ ഇരിക്കാൻ വേണ്ട സ്പേസ്
സ്പേസ് എന്ന് പറയുന്നത് ഫുട്ബോളിന്റെ വോളിയമാണ്. ടെന്നീസ് ബോളിന് ഇരിക്കാൻ വേണ്ട സ്പേസ് എന്ന് പറയുന്നത് ടെന്നീസ് ബോളിന്റെ വോളിയമാണ്. ഒരു സാധനത്തിന് ഏതെങ്കിലും ഒരു സാധനം ഇരിക്കാൻ, അതിന് ഓക്കുപ്പൈ ചെയ്യാൻ വേണ്ട സ്പേസ്, അതാണ് അതിന്റെ വോളിയം. അപ്പൊ ഫുട്ബോളിനാണോ വോളിയം കൂടുതൽ, ടെന്നീസ് ബോളിനാണോ? ഫുട്ബോളിനാണ് വോളിയം കൂടുതൽ. കാരണം അത് ഒത്തിരി വലുതായതുകൊണ്ട് അതിന് ഓക്കുപ്പൈ ചെയ്യാൻ അത്രയും സ്പേസ് വേണം അല്ലെ. അപ്പം മാറ്റർ എന്താണ്? സ്പേസും മാസും ഉള്ള സാധനമാണ് മാറ്റർ. അതിന് സ്പേസ് വേണം ഇരിക്കാൻ, ഓക്കുപ്പൈ ചെയ്യാൻ, വെയിറ്റും ഉണ്ട്. അപ്പൊ അതാണ് മാറ്റർ. അപ്പൊ ഈ സ്പേസ് എന്ന് പറയുന്നത്, ഒരു വസ്തുവിന് ഇരിക്കാൻ വേണ്ട സ്പേസ് എന്ന് പറയുന്നതാണ് ആ വസ്തുവിന്റെ വോളിയം. എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞു പോകരുത്. ഒരു വസ്തുവിന് ഇരിക്കാനുള്ള സ്പേസ് ആണ് അതിന്റെ വോളിയം. ഓക്കെ ആണല്ലോ. പിന്നുള്ളതെന്ന് പറഞ്ഞാല് യു ക്യാൻ റിയലൈസ് ദാറ്റ് സംതിങ് ഹാസ് മാസ് വെൻ യു ലിഫ്റ്റ് ഓർ വെയിറ്റ്. ഒരു സാധനം നമ്മൾ പൊക്കി എടുക്കുമ്പോഴാണ് അതിനൊരു വെയിറ്റ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പം ഒരു ടെക്സ്റ്റ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ ടെക്സ്റ്റിന്റെ വെയിറ്റ് നമുക്ക് അനുഭവിക്കുന്നത്, ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു വെയിറ്റ് അനുഭവപ്പെടുന്നത് അല്ലേ. അപ്പം ദ എമൗണ്ട് ഓഫ് മാറ്റർ എനിത്തിങ് കണ്ടെയ്ൻസ് ഈസ് കോൾഡ് ഇറ്റ്സ് മാസ്. എന്ന് വെച്ചാൽ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ സബ്സ്റ്റൻസ് ഓർ ആൻ ഒബ്ജക്റ്റ്. ഒരു സബ്സ്റ്റൻസിലോ ഒരു ഒബ്ജക്റ്റിലോ എത്രത്തോളം എമൗണ്ട് ഓഫ് മാറ്റർ എത്രത്തോളം അളവിലുണ്ടോ അതാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. വോളിയം എന്താണെന്ന് പറഞ്ഞില്ലേ? വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന് ഇരിക്കാൻ വേണ്ട സ്പേസ് ആണ് അതിന്റെ വോളിയം. അതുപോലെ ഒരു മാറ്റർ, എത്രത്തോളം മാറ്റർ ഒരു ഒബ്ജക്റ്റിനകത്തുണ്ടോ അതാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. ഒരു സബ്സ്റ്റൻസിനകത്ത് എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ സബ്സ്റ്റൻസ് ഓർ ആൻ ഒബ്ജക്റ്റ്, ഒരു സബ്സ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് മാറ്ററിന്റെ എമൗണ്ട് എത്രയും ഉണ്ടോ അതാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത് അല്ലെ. എമൗണ്ട് ഓഫ് മാറ്റർ എനിത്തിങ് കണ്ടെയ്ൻസ്, എന്തെങ്കിലും ഒരു സാധനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന എമൗണ്ട്, മാറ്ററിന്റെ എമൗണ്ട്, അതാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഈ മാറ്റർ എന്താണ്, വോളിയം എന്താണ്, മാസ് എന്താണ്, ഇത് മൂന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. മാറ്റർ എന്താണ്, അപ്പൊ അതിന് സ്പേസ് വേണം, വോളിയം വേണം. അപ്പൊ പിന്നെ സ്പേസ്, ഒരു സാധനത്തിന് ഇരിക്കാൻ വേണ്ട സ്പേസ് ആണ് അതിന്റെ വോളിയം. അതുപോലെ ഒരു വസ്തുവിനകത്ത് എത്രത്തോളം എമൗണ്ട് ഓഫ് മാറ്റർ ഉണ്ടോ അതാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഡെഫിനിഷൻ വായിച്ച് പഠിച്ചാൽ പെട്ടെന്ന് അത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ. അപ്പൊ മാസ്, as the mass increases so does the weight. A full glass of water weighs more than half a glass of it. ഒരു ഫുൾ ഗ്ലാസ് വെള്ളത്തിനാണോ വെയിറ്റ് കൂടുതൽ, ഒരു ഹാഫ് ഗ്ലാസ് വെള്ളത്തിനാണോ? ഫുൾ ഗ്ലാസ്സിന് അറിയാമല്ലോ എല്ലാവർക്കും. ഫുൾ ഗ്ലാസ്സിനകത്ത് കുറച്ചുകൂടെ ആ ഗ്ലാസ്സിനകത്ത് നിറയെ വെള്ളമുണ്ട്, ആ ഗ്ലാസ് നിറയെ വെള്ളമുണ്ട്. അപ്പൊ അതിനല്ലേ വെയിറ്റ് കൂടുതൽ വരുന്നത്. സ്മോൾ ഗ്ലാസ് അതിന് അരഭാഗം വെള്ളമേ ഉള്ളൂ, അപ്പൊ അത്രയും വെള്ളമേ അതിനകത്ത് ഉൾക്കൊള്ളുന്നുള്ളൂ. അപ്പൊ അതിന് വെയിറ്റ് കുറവല്ലേ. ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ ഇവിടെ 2 ഗ്ലാസ്, ഇതൊരു ഗ്ലാസ്, അതേ അളവിൽ തന്നെ വേറൊരു ഗ്ലാസ്. ഈ ഗ്ലാസ്സിനകത്ത് ഇത്രയും വെള്ളമുണ്ട്, ഫുൾ വെള്ളം. ഈ ഗ്ലാസ്സിനകത്ത് ഇത്രയും വെള്ളമേ ഉള്ളൂ. ഈ ഒരു സബ്സ്റ്റൻസ്, ഈ ഒരു ഗ്ലാസ്സിനകത്ത് ഇത്രയും മാറ്റമുണ്ട്, ഇത്രയും വെള്ളമുണ്ട്. അപ്പൊ ഇതിനാണ് വെയിറ്റ് കൂടുതൽ. പക്ഷെ ഈ ഒരു ഗ്ലാസ്സിനകത്തോ, ഈ ഒരു ഗ്ലാസ്സിനകത്ത് ഇത്രയും വെള്ളമേ ഉള്ളൂ, ഇത്രയും മാറ്റമേ ഓക്കുപ്പൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതാണ് അതിന് വെയിറ്റ് കുറവെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പൊ മാറ്റർ എന്താണ്, എനർജി എന്താണ്, അല്ലെങ്കിൽ വോളിയം, മാസ്, ഇതൊക്കെ മനസ്സിലായല്ലോ ആണല്ലോ അല്ലെ. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ we have already said that air too is made up of matter. In a later chapter you will learn that air occupies space and has mass. നമുക്ക് എയറിന് മാസ് ഉണ്ടെന്നും സ്പേസ് ഉണ്ടെന്നും ഒക്കെ നമ്മൾ പഠിക്കും പിന്നാലെ കേട്ടോ. ഇനി അടുത്തത് എനർജി എന്താണ്? എനർജി, you already know that light and heat are not matter but forms of energy. ഇപ്പൊ ഇച്ചിരി മുന്നേ പറഞ്ഞുള്ളൂ, ലൈറ്റും ഹീറ്റും എന്നൊക്കെ പറയുന്നത് മാറ്റർ അല്ല, അത് എനർജി ആണെന്ന് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞുള്ളൂ. That they are not matter is now easier for you to understand. They do not have mass. അപ്പൊ അതെന്ന് പറയുന്നത് മാറ്റർ അല്ല എന്ന് പറയാൻ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ്? അതിന് മാസ് ഇല്ല. ലൈറ്റിനും ഹീറ്റിനും ഒക്കെ മാസ് ഉണ്ടോ, വെയിറ്റ് ഉണ്ടോ? അതിന് മാസ് ഇല്ലാത്തത് കൊണ്ട് they are not matter. എന്തുകൊണ്ടാ? For you to understand, they do not have mass. അതിന് മാസ് ഇല്ല. For instance, light helps plants make food and heat helps you cook your food. ലൈറ്റ് എന്ത് ചെയ്യുന്നു? ലൈറ്റ് പ്ലാന്റ്സിന് ആഹാരം ഉണ്ടാക്കാൻ, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ, the presence of light, നമ്മൾ ലൈറ്റിന്റെ പ്രസൻസിലാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കണ്ട് പഠിച്ചു.
ഫോട്ടോസിന്തസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളിൽ. അതുപോലെ നമ്മൾ ചെടികളിൽ ലൈറ്റിന്റെ പ്രസൻസിൽ ഫുഡ് കുക്ക് ചെയ്യുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ളത്. മനുഷ്യരോ നമുക്ക് പ്രസൻസിലല്ല, നമ്മൾ ഹീറ്റ് നമ്മളെ സഹായിക്കുന്നു ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. Anything that is not matter but has the capacity to do work is energy. ഇനി എനർജി എന്താണെന്നാണ് പറയുന്നത്. Anything that is not matter, മാറ്റർ അല്ലാത്ത സാധനങ്ങൾ, പക്ഷേ അതിനെന്തുണ്ട്, വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതാണ് എനർജി. മാറ്റർ അല്ല, അതിന് മാസ് ഇല്ല, മാറ്റർ അല്ല, പക്ഷെ എന്താണ്, അതിന് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളാണ് എന്ത്, എനർജി. ഓക്കെ അല്ലേ? എന്താണ് anything that is not matter but has the capacity to do work. എനർജി ആണ് പറയുന്നത്. എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം എനർജി that is not matter but has the capacity to do work. കേട്ടോ? Anything that is not matter, matter അല്ല, പക്ഷെ അതിന് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതാണ് എനർജി. ഇലക്ട്രിസിറ്റി ആൻഡ് സൗണ്ട് ആർ ഓൾസോ ഫോംസ് ഓഫ് എനർജി. ഇലക്ട്രിസിറ്റി, കറണ്ടും അതുപോലെ സൗണ്ട് ഒക്കെ ഓരോ എനർജിയാണ്. ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, കെമിക്കൽ എനർജി, ഇങ്ങനെയൊക്കെ ഒരുപാട് എനർജി ഫോംസ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ചൊക്കെ നിങ്ങൾ ഇപ്പോൾ പഠിക്കും, പിന്നെ നമ്മൾ ഹയർ ക്ലാസ്സസിലൊക്കെയാണ് കൂടുതൽ ഫോംസ് ഓഫ് എനർജി ഒക്കെ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഇലക്ട്രിസിറ്റിയും സൗണ്ടും ഒക്കെ എനർജി ഫോംസ് ആണ്. ഇലക്ട്രിസിറ്റി മേക്സ് ഫാൻസ് മൂവ് ആൻഡ് ട്രെയിൻസ് റൺ. ഇലക്ട്രിസിറ്റി ഫാനിനെ മൂവ് ചെയ്യാനും ട്രെയിനിനെ റൺ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടല്ലേ ഫാൻ കറങ്ങുന്നത് ആണല്ലോ. നമ്മളിപ്പോൾ ടേപ്പ് വെട്ടി വെച്ചിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് തേക്കുന്നു, ഇലക്ട്രിസിറ്റി അല്ലേ അവിടെ. പക്ഷെ ഇലക്ട്രിസിറ്റി മറ്റൊരു ഫോം ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് തേക്കുന്നത്. നമ്മൾ ഇപ്പം അയൺ ബോക്സിന്റെ ഇതെടുത്ത് നമ്മൾ പ്ലഗ് കുത്തുമ്പം അതിനകത്തുനിന്ന് ഇലക്ട്രിസിറ്റി വരുന്നു. നമ്മൾ അതിന്റെ കറണ്ട് അടിക്കും, ഊരുമ്പോൾ ഒക്കെ സൂക്ഷിച്ച് ഊരണം എന്നൊക്കെ പറയും. കാര്യം എന്താ, അപ്പൊ ഇതിനകത്തുനിന്ന് ഈ അയൺ ബോക്സിലോട്ട് ഇലക്ട്രിക്കൽ എനർജി വന്നിട്ട് ഈ ഇലക്ട്രിക്കൽ എനർജിയെ ഈ അയൺ ബോക്സ് എന്താക്കുന്നു, ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നു അല്ലെ. ഇലക്ട്രിക്കൽ എനർജി അയൺ ബോക്സ് ഹീറ്റ് എനർജി ആയിട്ട് മാറ്റുന്നു. കാര്യം ചൂടാണ്, തേക്കുമ്പോൾ ഹീറ്റാണ് വേണ്ടത്. അങ്ങനെയാണ് അയൺ ബോക്സിന്റെ ഫംഗ്ഷൻ. പക്ഷെ നമ്മുടെ ഫ്രിഡ്ജ് എങ്ങനെയാണ്, ഫ്രിഡ്ജ് റെഫ്രിജറേറ്റർ, അതിൽ ഇലക്ട്രിക്കൽ എനർജി, അവിടെയും ഇലക്ട്രിക്കൽ എനർജി തന്നെയാണ്. ഇലക്ട്രിക്കൽ എനർജിയെ ഫ്രിഡ്ജ് എന്ത് ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു ആണല്ലോ. അപ്പോൾ ഓരോയിടത്തും ഓരോ എനർജി ഫോംസ്. അപ്പം ഇലക്ട്രിക്കൽ എനർജി അതൊരു ഫോം ഓഫ് എനർജിയാണ്, ഹീറ്റ് എനർജി ഒരു ഫോമാണ്, മെക്കാനിക്കൽ എനർജി ഒരു ഫോം ഓഫ് എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് അതെന്താണെന്ന് അറിഞ്ഞിരിക്കാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ക്യാൻ ബി ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ, ജസ്റ്റ് അതിന്റെ ഇൻട്രൊഡക്ഷൻ പോലെ. For example, electrical energy is changed to light when we use electricity to light up our homes. നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നത് എന്താണ്, ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറും. ബൾബിലൊക്കെ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറും, ബൾബില് ട്യൂബിലൊക്കെ. പക്ഷെ നമ്മുടെ അയൺ ബോക്സ് പറഞ്ഞത് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറും. ഫ്രിഡ്ജോ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. ഇതൊക്കെയാണ് എനർജി ട്രാൻസ്ഫോർമേഷൻ, എനർജി കൺവേർഷൻ എന്ന് പറയും. എനർജി ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അതാണ്. ഇലക്ട്രിക്കൽ എനർജി ചേഞ്ച് ടു ഹീറ്റ്. ഇലക്ട്രിക് ഹീറ്റേഴ്സിലൊക്കെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആവും. എനർജി ഫ്രം ദ സൺ ക്യാൻ ഓൾസോ ബി ട്രാൻസ്ഫോംഡ് ഇൻടു ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. എനർജി സണ്ണിൽ നിന്നുള്ള എനർജി പോലും ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സോളാർ പാനലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, മാറ്ററിന്റെ അവസ്ഥകൾ, സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്. മാറ്റർ എന്താണെന്ന് പഠിച്ചു. ഇനി മാറ്ററിന്റെ സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്, മാറ്ററിന്റെ പല അവസ്ഥകൾ, പല സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്. You know that when heated, a cube of ice melts into water and the water evaporates into water vapor. On being cooled, the water vapor changes into water and the water ultimately becomes ice. Ice, water and water vapor are all water but are said to be in different states. Ice is in the solid, water is in the liquid and water vapor is in the gaseous state. Other substances also behave similarly. അപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞെടുക്കുന്ന ഐസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് കുറച്ച് നേരം വെളിയിൽ വെക്കുക, ഐസ്
ഉരുകും. ഉരുകിയത് വെള്ളമാകും. ഐസ് മെൽറ്റ് ചെയ്യും, ഉരുകി വാട്ടർ ആകും. ഐസ് ഉരുകി വെള്ളമാകുന്നു. ആ വെള്ളം കുറച്ച് ചൂടാക്കുമ്പോൾ വാട്ടർ വേപ്പർ ആകത്തില്ലേ, ആവിയായി പോകത്തില്ലേ ആ വെള്ളം. വാട്ടർ ഇവാപറേറ്റ് ഇൻറ്റു വാട്ടർ വേപ്പർ ആയി പോകുന്നു. അപ്പൊ ആദ്യം ഐസ് ഉരുകി വെള്ളമാകും. വെള്ളം പിന്നെ ആവിയായി വെള്ളം വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നു. അപ്പൊ ഇത് 3 സ്റ്റേറ്റ് അല്ലേ. ഐസ് എന്ന് പറയുന്നത് ഖരം അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ്. വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് ദ്രാവകാവസ്ഥ. വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് സ്റ്റേറ്റ്, വാതകമായിട്ടുള്ള അവസ്ഥ. അപ്പൊ 3 സ്റ്റേറ്റ് ആണ് നമ്മൾ. അപ്പൊ ആ 3 സ്റ്റേറ്റിനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ് വെച്ചിട്ടുള്ളൊരു എക്സാമ്പിള്. ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആകുന്നു. അപ്പം സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റ് ആയി. ഈ ലിക്വിഡ് പിന്നെ വാട്ടർ വേപ്പർ ആകുന്നു. അപ്പൊ അത് ലിക്വിഡിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. ഫസ്റ്റ് ഞങ്ങൾ വായിക്കുവാണേ. ഫസ്റ്റ് സോളിഡ് സ്റ്റേറ്റ്. ഐസ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ്. ഈ സോളിഡ് ലിക്വിഡ് ആവുന്നത് എപ്പോഴാ? ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആയി കേട്ടോ. ഈ സോളിഡ് എക്സാമ്പിൾ ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആയി ലിക്വിഡ് സ്റ്റേറ്റ്. പിന്നെ അത് ലിക്വിഡ് ആവിയായി പോകുന്നു. അപ്പൊ അതെന്താവുന്നു? ഗേഷ്യസ് സ്റ്റേറ്റ്, ഗ്യാസ് ആവുന്നു. എന്താ? വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നു. ഐസ്, വാട്ടർ വേപ്പർ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് 3 എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഐസ്, വാട്ടർ ഇപ്പം സോളിഡ്, ലിക്വിഡ്, ഗ്യാസസിന് കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സോളിഡ് ഹാസ് എ ഫിക്സഡ് വോളിയം ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ്. സോളിഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഫിക്സഡ് ഒരു വോളിയവും ഉണ്ട്, അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ട്. സോളിഡിന് എക്സാമ്പിൾ എന്തൊക്കെയാ? ടേബിൾ, ചെയർ, പിന്നെന്താ ചോക്ക്, പെന്ന്, നമ്മുടെ ടെലിവിഷൻ, ഇതൊക്കെ സോളിഡ് ആണ്. അതിനൊക്കെ ഒരു എന്തുണ്ട്? ഒരു കറക്റ്റ് ഒരു ഷേപ്പും ഉണ്ട്, അതിനൊക്കെ ഒരു ഫിക്സഡ് വോളിയവും ഉണ്ട് അല്ലെ. കൃത്യമായ ഒരു വോളിയവും ഉണ്ട്, അതിനൊക്കെ ഒരു ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള ഡെഫിനിറ്റ് കറക്റ്റായിട്ടൊരു ഷേപ്പും ഫിക്സഡ് വോളിയവും ഉള്ള സാധനങ്ങളാണ് സോളിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഐസ് തന്നെ, ഐസ് ഉരുക്കുന്നതിന് മുമ്പ് നമ്മൾ ഐസായിട്ട് എടുക്കുമ്പോൾ അതിനൊരു ഷേപ്പ് ഉണ്ട്, അതിന് കറക്റ്റായിട്ടൊരു വോളിയവും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് സോളിഡ് ആണെന്ന് പറയുന്നത്. പിന്നെന്താണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ലിക്വിഡാണ്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ ലിക്വിഡാണ്. വാട്ടറിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ? നമ്മുടെ വാട്ടർ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ എടുക്കുമ്പോൾ ആ കണ്ടെയ്നറിന്റെ ഷേപ്പാണ് വെള്ളത്തിന്. കുപ്പിയിൽ എടുക്കുമ്പോൾ കുപ്പിയുടെ വോളിയം, കുപ്പിയുടെ ആ ഇതിലിരിക്കും. ബക്കറ്റിലാണെങ്കിലോ ബക്കറ്റിന് ഇതിനനുസരിച്ചിരിക്കും. അങ്ങനെയല്ലേ നമ്മുടെ വാട്ടറിന്റെ കാര്യം? ലിക്വിഡ് ഹാസ് എ ഫിക്സഡ് വോളിയം ബട്ട് നോട്ട് എ ഡെഫിനിറ്റ് ഷേപ്പ്. ലിക്വിഡിന് ഫിക്സഡ് വോളിയം ഉണ്ട്, പക്ഷെ അതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. വാട്ടറിന് ഫിക്സഡ് വോളിയം ഉണ്ട്, കറക്റ്റ് ആയിട്ടൊരു വോളിയം അളവൊക്കെ വോളിയം ഒക്കെ ഉണ്ട്, പക്ഷെ അതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. അപ്പൊ വാട്ടർ വെള്ളം നമ്മൾ കുപ്പിയിലെടുത്താൽ കുപ്പിയുടെ ഷേപ്പിലിരിക്കും, വെള്ളം നമ്മൾ ബക്കറ്റിലെടുത്താലും ബക്കറ്റിന്റെ ഷേപ്പിലിരിക്കും. അതാണ് ആ ഒരു വ്യത്യാസം. പക്ഷെ സോളിഡിന് ഫിക്സഡ് ഷേപ്പും ഉണ്ട്, വോളിയവും ഉണ്ട്. ലിക്വിഡിന് ഫിക്സഡ് വോളിയം ഉണ്ട്, പക്ഷെ ഷേപ്പ് ഇല്ല. ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും ലിക്വിഡിന്. ഇനി ഗ്യാസിനോ? എ ഗ്യാസ് ഹാസ് നൈദർ എ ഫിക്സഡ് വോളിയം നോർ എ ഡെഫിനിറ്റ് ഷേപ്പ്. ഗ്യാസിന് ഫിക്സഡ് ഷേപ്പും ഇല്ല, ഫിക്സഡ് വോളിയവും ഇല്ല. ഇറ്റ് അസ്യൂംസ് ദ വോളിയം ആൻഡ് ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. അതും ആ ഒരു കണ്ടെയ്നറിന്റെ ഷേപ്പ് അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. നൈദർ എ ഫിക്സഡ് വോളിയം നോർ എ ഡെഫിനിറ്റ് ഷേപ്പ്. അപ്പൊ അതിന് ഫിക്സഡ് വോളിയം ഷേപ്പ് ഒന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ എയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ മൊത്തം സ്പ്രെഡ് ആയി കിടക്കുക. അത് ഒരിടത്ത് ഇങ്ങനെ ഒരു ഫിക്സഡ് ഷേപ്പിലോ ഒരു ഫിക്സഡ് വോളിയത്തിലോ ഒന്നും അടങ്ങി അങ്ങനെയൊന്നും ഇരിക്കുന്നതല്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഫിക്സഡ് ഷേപ്പും ഇല്ല, ഫിക്സഡ് വോളിയവും ഇല്ല. ഒരു കണ്ടെയ്നർ എടുക്കുമ്പോൾ അതിന്റെ ഷേപ്പ്, ഇപ്പൊ ഒരു ബലൂൺ തീർപ്പിക്കുന്നു, അതിനകത്ത് എയർ ഉണ്ട്, അപ്പൊ ബലൂണിന്റെ ഷേപ്പ് അങ്ങനെ. അപ്പോഴ് സോളിഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു സോളിഡിന് ഒരു ഫിക്സഡ് ഷേപ്പ് വരാൻ കാര്യം അതിനകത്തുള്ള കണികകൾ, അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇങ്ങനെ അടുത്തടുത്തടുത്തിരിക്കുന്നത് കൊണ്ടാണ് സോളിഡിന് ഒരു ഫിക്സഡ് ഷേപ്പ് ഉള്ളത്. ഇപ്പോൾ ഒരു ബുക്ക് തന്നെ, അങ്ങനെ ഈ ബുക്കിനകത്തുള്ള പാർട്ടിക്കിൾസ് വളരെ അടുത്തടുത്ത് അടുക്കി നല്ലൊരു മാനറിൽ ഇങ്ങനെ വെച്ചേക്കുക. അതുകൊണ്ടാണ് അതിനൊരു കറക്റ്റ് ഷേപ്പ്. പക്ഷെ ലിക്വിഡിനെന്ന് പറഞ്ഞാൽ സോളിഡിനെ പോലെയല്ല, അതിനകത്തുള്ള പാർട്ടിക്കിൾസ് കുറച്ച് ഒത്തിരി ക്ലോസ്ലി പാക്ഡ് അല്ല, കുറച്ചൊരു ഒത്തിരി കുറച്ച് അകന്നകന്ന്. നമ്മൾ കുറച്ച് വെള്ളം തറയിൽ ഒഴിക്കുമ്പോൾ അത്
നിന്ന് മൂവ് ചെയ്യും, അവിടെ തന്നെ കിടക്കത്തില്ലല്ലോ. അതെന്താണ്, അതിലെ പാർട്ടിക്കിൾസ് ഒത്തിരി ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തല്ല, കുറച്ച് ലൂസ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്, ലൂസ്ലി പാക്ക്ഡ് ആണ്. ഗ്യാസിലെന്ന് പറഞ്ഞാൽ ഒറ്റ പാക്കിങ്ങും ഇല്ല, അതങ്ങ് ഫ്രീ ആണ്. അതാണ് അതിന് ഡെഫിനിറ്റ് ഷേപ്പും വോളിയം ഒന്നും ഇല്ലാത്തത്. അപ്പം മനസ്സിലായോ ക്ലാസ് ഇത്രയും പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല. മാറ്റർ പറഞ്ഞു, വോളിയം പറഞ്ഞു, മാസ് പറഞ്ഞു, എനർജി പറഞ്ഞു, പിന്നെ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഈ സോളിഡും ലിക്വിഡും ഗ്യാസും ഒക്കെ ടീച്ചർ ഒന്നും കൂടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് നിങ്ങൾക്ക് ഇതായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ് ഓഫ് മാറ്ററിന്റെ ചേഞ്ചസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ തന്നേക്കുന്നൊക്കെ വായിച്ച് പഠിക്കണം കേട്ടോ. വായിച്ച് പഠിച്ചിട്ട് നോട്ട്സ് ഒക്കെ അവസാനം ചാപ്റ്റർ തീർന്നിട്ട് തരാം ടീച്ചർ. ഇപ്പൊ സ്റ്റുഡൻസ്, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് GK ആണ്, ജനറൽ നോളജ്. നമുക്ക് നമ്മുടെ ജനറൽ ആയിട്ടുള്ള കുറച്ച് നോളജും വേണ്ടേ, എല്ലാ കാര്യങ്ങളെ പറ്റിയും ജനറൽ ആയിട്ടൊരു നോളജ് വേണം. കുറച്ച് കാര്യങ്ങൾ, എന്തൊരു ടോപ്പിക്കിനെ പറ്റി, എന്തൊരു വിഷയത്തെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അല്ലേ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. GKയില് we are going to learn about 7 natural wonders of the world. ലോകത്തിലെ 7 നാച്ചുറൽ വണ്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കണ്ടോ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് 7 നാച്ചുറൽ വണ്ടേഴ്സ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ പഠിക്കുന്നത് നാച്ചുറൽ വണ്ടേഴ്സ്, പ്രകൃതിയിലെ അത്ഭുതങ്ങളാണ് കേട്ടോ. നാച്ചുറൽ വണ്ടേഴ്സ് ആണ് കേട്ടോ. അല്ലാതെ നമുക്ക് വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് ഉണ്ട്, ലോകാത്ഭുതങ്ങളുണ്ട്. ഇത് പ്രകൃതിയിലെ അത്ഭുതങ്ങളാണ്, നാച്ചുറൽ വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് ആണ്. അപ്പൊ അതൊരു 7 എണ്ണമാണ് ഉള്ളത്. അപ്പം നമുക്ക് തുടങ്ങാം. GK എടുത്തേ, GKയിലെ പേജ് നമ്പർ 5 എടുക്കണേ. 7 natural wonders of the world. The 7 natural wonders of the world is an organization created with a mission of protecting and promoting the natural wonders of the world. 7 natural wonders of the world എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു സംഘടനയാണ്. ഈ സംഘടന രൂപീകരിച്ചിരിക്കുന്നത് നമ്മുടെ പ്രകൃതിയിലുള്ള ഈ അത്ഭുതങ്ങളെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ്. അതിനെ സംരക്ഷിക്കാന്ന് വെച്ചാൽ അത് നശിപ്പിക്കാതെ അതിനെ സംരക്ഷിച്ച് അതിനെ പ്രമോട്ട് ചെയ്യണം. അതിന്റെ സവിശേഷതകളും എന്തൊക്കെയാണ് ആ നാച്ചുറൽ വണ്ടേഴ്സ് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി ഒരു പ്രമോഷൻ, അങ്ങനെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് നമ്മുടെ 7 നാച്ചുറൽ വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ലുക്ക് അറ്റ് ദി പിക്ചർ, read the clues and write the names of the 7 natural wonders. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കണ്ടോ, ഒരു 7 പിക്ചേഴ്സ്, 7 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലെ. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. ആ ക്ലൂ വെച്ചിട്ട് അത് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് സ്പോട്ട് ഓൺ എർത്ത് but not the tallest mountain in the world. ഇത് എർത്തിലെ തന്നെ ഹയസ്റ്റ് സ്പോട്ട് ആണ്, ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു വലിയ സ്ഥാനമാണ്, ഹയസ്റ്റ് സ്പോട്ട് ആണ്. പക്ഷെ നോട്ട് ദി ടോളസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദി വേൾഡ്, ലോകത്തിലെ ഏറ്റവും വലിയ മൗണ്ടെയിൻ അല്ല. ഹയസ്റ്റ് സ്പോട്ട് ഏതാണ്? എർത്തിലെ ഹയസ്റ്റ് സ്പോട്ട് ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ് അതിന്റെ ആൻസർ. എന്താണ്? മൗണ്ട് എവറസ്റ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മൗണ്ട് എവറസ്റ്റ് ആണ്. ഇങ്ങോട്ട് എഴുതട്ടെ. ഫസ്റ്റ് ആൻസർ ഏതാണ്? എഴുതി വെച്ചോളൂ. മൗണ്ട് എവറസ്റ്റ്. എവറസ്റ്റിന്റെ സ്പെല്ലിംഗ് EVEREST. മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് ആണ് അപ്പം അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ബ്രസീൽ and was created by erosion from the Atlantic Ocean and is also known as Guanabara Bay. എന്താണ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്? നമ്മൾ ഈ പറയുന്നത് ക്ലൂ ആണല്ലോ, ഇത് വെച്ചിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മുടെ ആൻസർ. അപ്പം ഇത് ബ്രസീലിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇത് ഉണ്ടായിരിക്കുന്നത് ബൈ ഇറോഷൻ ഫ്രം അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യനിലെ മണ്ണൊലിപ്പ് കാരണമാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഗ്വാനബാര ബേ എന്നും പറയും. ബേ എന്ന് പറയുമ്പോൾ ഉൾക്കടൽ, ഗ്വാനബാര ബേ എന്നും പറയും. എന്താണിത്? It is located in Brazil and was created by erosion from the
അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ഇറ്റ്സ് നോൺ ആസ് ഗുവാനബാര ബേ. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഹാർബർ ഓഫ് റിയോ ഡി ജനീറോ. ഹാർബർ ഓഫ് റിയോ ഡി ജനീറോ. എഴുതട്ടെ ടീച്ചർ? സെക്കൻഡ് ആൻസർ ഹാർബർ, HARBOUR, ഹാർബർ ഓഫ് റിയോ ഡി ജനീറോ. JANEIRO. സ്പെല്ലിംഗ് ഒന്നുകൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഹാർബർ ഓഫ് റിയോ ഡി ജനീറോ, JANEIRO ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തേർഡ് ക്വസ്റ്റ്യൻ പറയട്ടെ. ഇത് രണ്ടും എഴുതിയല്ലോ. ഓക്കെ. തേർഡ്, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് കോറൽ റീഫ് ഇൻ ദ വേൾഡ് ക്രിയേറ്റഡ് ബൈ ലിവിംഗ് ഓർഗാനിസംസ്. ലിവിംഗ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താ നേരത്തെ അറിയാമല്ലോ, ജീവനുള്ള വസ്തുക്കൾ. അപ്പൊ ഈ ലിവിംഗ് ഓർഗാനിസംസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോറൽ റീഫ് ആണിത്. കോറൽ റീഫ് എന്ന് പറഞ്ഞാൽ എന്താ? പവിഴപ്പുറ്റ്. ലാർജസ്റ്റ് കോറൽ റീഫ് ക്രിയേറ്റഡ് ബൈ ലിവിംഗ് ഓർഗാനിസം. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പവിഴപ്പുറ്റാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ക്രിയേറ്റഡ് ബൈ ലിവിംഗ് ഓർഗാനിസംസ് ആണ്. അപ്പൊ അതേതാണ്? അതിന്റെ ആൻസർ എന്താണ്? അതിന്റെ ആൻസർ ആണ് ഗ്രേറ്റ് ബാരിയർ റീഫ്. ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയും. അത് എഴുതട്ടെ. ഗ്രേറ്റ് ബാരിയർ റീഫ് എഴുതട്ടെ. മൂന്നാമത്തെ അത് തുടക്കമാണേ. മൂന്നാമത്തെ ഫസ്റ്റ് നമ്മൾ എഴുതാമേ. ഫസ്റ്റ് മൗണ്ട് എവറസ്റ്റ്. സെക്കൻഡ് ഒന്നുകൂടെ എഴുതുന്നതാണ് നിങ്ങൾക്കപ്പം ഓർഡർ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. ഹാർബർ ഓഫ് റിയോ ഡി ജനീറോ. മൂന്നാമത്തെ നമ്മളുണ്ട് കോറൽ റീഫ് ആണ് അല്ലെ. അപ്പൊ അതേതാണ്? ഗ്രേറ്റ് ബാരിയർ റീഫ്. ഗ്രേറ്റ് ബാരിയർ Great Barrier Reef, REEF. Great Barrier Reef ആണ് അത്. ശരിയല്ലേ? ഓക്കെ. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബോർഡർ ഓഫ് സാംബിയ ആൻഡ് സിംബാബ്വെ ആൻഡ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഷീറ്റ് ഓഫ് ഫോളിംഗ് വാട്ടർ. എന്ന് വെച്ചാൽ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് സാംബിയയുടെയും സിംബാബ്വെയുടെയും ഒരു ബോർഡറിലായിട്ടാണ്. ഇതെന്ന് പറഞ്ഞാല് വേൾഡ്സ് ലാർജസ്റ്റ് ഷീറ്റ് ഓഫ് ഫോളിംഗ് വാട്ടർ, ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. അതേതാണ്? സിംബാബ്വെയുടെയും സാംബിയയുടെയും ബോർഡറിലായിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വിക്ടോറിയ വാട്ടർഫോൾസ് കേട്ടിട്ടില്ലേ? വിക്ടോറിയ ഫോൾസ്. അപ്പൊ അതാണ് അടുത്തത് നാലാമത്തത്. വിക്ടോറിയ ഫോൾസ്. VICTORIA വിക്ടോറിയ ഫോൾസ്. FALLS വിക്ടോറിയ ഫാൾസ്. അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ. അഞ്ചാമത്തതാണ് അത്. ഇറ്റ് ഈസ് എ സിൻഡർ കോൺ വോൾക്കാനോ ഇൻ Michoacán, Mexico. It was established as a natural wonder because mankind witnessed its birth. It is a cinder cone volcano in Michoacán, Mexico. അപ്പോൾ ഇതൊരു സിൻഡർ കോൺ വോൾക്കാനോ ആണ്. എന്ന് വെച്ചാൽ ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ളൊരു വോൾക്കാനോ ആണ്. വോൾക്കാനോ എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നിപർവ്വതം അല്ലേ? വോൾക്കാനോ. അപ്പൊ അതൊരു സ്റ്റീപ്പായിട്ട് കുത്തനെയുള്ളൊരു വോൾക്കാനോ ആണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ ഒരു നാച്ചുറൽ വണ്ടറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണം ഇത് മാൻകൈൻഡ് നമ്മുടെ മനുഷ്യര് ഇതിന്റെ ബർത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മനുഷ്യര് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബർത്ത്. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. എന്താണ് അഞ്ചാമത്തതിന്റെ ആൻസർ? എന്താണ്? പാരിക്കുട്ടി. പാരിക്കുട്ടി. PARICUTIN കേട്ടോ. PARICUTIN പാരിക്കുട്ടി. അടുത്തെന്ന് പറഞ്ഞാൽ 6. ഇറ്റ് ഈസ് എ മാസീവ് ഗോസ്റ്റ് ലൊക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് അരിസോണ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് വാസ് ക്രിയേറ്റഡ് ബൈ കൊളറാഡോ റിവർ.
ഇതൊരു മാസീവ് ഗോർജ് ആണ്. ഒരു മാസീവ് ഗോർജ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് അരിസോണ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. US-ലാണ് ഇതുള്ളത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണുള്ളത്. അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കൊളറാഡോ റിവർ, അവിടുത്തെ ഒരു റിവർ ആണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. US-ലുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് അരിസോണ, അരിസോണ എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള ഒരു ഗോർജ് ആണ്, മാസീവ് ഗോർജ് ആണ്. ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കൊളറാഡോ റിവർ ആണ്. അതിന്റെ ആൻസർ എന്താണ്? അഞ്ചാമത്തതിന്റെ ആൻസർ എന്താണ്? സോറി, ആറാമത്തെ ഗ്രാൻഡ് കാനിയോൺ. ഗ്രാൻഡ് കാനിയോൺ. ഇത് അങ്ങോട്ടിട്ട് കുറയ്ക്കട്ടെ. ഇനി 6 ഗ്രാൻഡ് CANYON ആണ്. GRAND CANYON ഗ്രാൻഡ് കാനിയോൺ. അടുത്തത് ഏഴാമത്തത് ബൊറിയാൽ നാച്ചുറലി ഒക്കറിംഗ് ലൈറ്റ്സ് ദാറ്റ് ക്രിയേറ്റ് എ സ്പെക്ടാക്കുലർ ഡിസ്പ്ലേ ഇൻ ദ ലൈറ്റ്. ഇതൊരു പ്രകൃതിദത്തമായിട്ട് സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ലൈറ്റ് ആണിത്. ഇതൊരു സ്പെക്ടാക്കുലർ, വളരെ അതിശയിപ്പിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ്. സ്പെക്ടാക്കുലർ ഡിസ്പ്ലേ ഇൻ ദ ലൈറ്റ്, ലൈറ്റിൽ തന്നെയുള്ളൊരു സ്പെക്ടാക്കുലർ ഡിസ്പ്ലേ ആണ്. ദിസ് ഒറോറാസ് ആർ ഓൾസോ നോൺ ആസ് നോർത്തേൺ ലൈറ്റ്സ്. ഇതിനെ നമ്മൾ നോർത്തേൺ ലൈറ്റ്സ് എന്നും പറയും. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒറോറ ബൊറിയാലിസ് ആണ്. ഒറോറ ബൊറിയാലിസ്. ശരിയല്ലേ? AURO ഇതാണ്. RORA BOREALIS. ഇപ്പൊ 7 എണ്ണം മനസ്സിലായല്ലോ, എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. 7 നാച്ചുറൽ വണ്ടേഴ്സ് ആണ്. അപ്പൊ അടുത്ത ദിവസം ടീച്ചർ വിളിക്കുമ്പോൾ ഇത് ചോദിക്കുമ്പോ ഇതിന്റെ ആൻസർ ഒക്കെ പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. ഓക്കെ.